എന്റെ പ്രിയ സുഹൃത്തുക്കളെ, സഖാവ് പിണറായി വിജയൻ ഒന്ന് ഇരുന്നാൽ പോലും പ്രശ്നമാണ്. നിങ്ങൾക്കിപ്പോൾ ആ ഫോട്ടോ കാണാൻ കഴിയുന്നുണ്ടായിരിക്കും. ആ ഫോട്ടോയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്, ഏകാധിപതിയുടെ പതനം, മനുഷ്യന്റെ ലാളിത്യം. ഒരാൾ നമ്മുടെ ഭൂമിയിൽ ഇപ്പൊ ഇല്ലാത്തൊരു മനുഷ്യനാണ്. ഒരു നല്ല മനുഷ്യനായിരുന്നു, നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു, ഉമ്മൻചാണ്ടി എന്നാണ് പേര്. അദ്ദേഹം ട്രെയിനിൽ എങ്ങോട്ടോ പോകുമ്പോൾ ട്രെയിനില്ലാതെ സ്ലീപ്പർ ബർത്തിൽ കിടന്നുറങ്ങുന്നു, അതിനെ ലാളിത്യമെന്നും, പിണറായി വിജയൻ അതേ റെയിൽവേ സ്റ്റേഷനിൽ ഒരു കസേരയിൽ ഇരിക്കുമ്പോൾ അതിനെ കാണുന്നത് ഏകാധിപതിയുടെ പതനം എന്ന രീതിയിലാണ്. എനിക്കിത് മനസ്സിലാവുന്നില്ല. ആളുകള് എന്ത് രസകരമായിട്ടാണ് ആളുകളൊക്കെ, അങ്ങനെ രസകരം എന്നുള്ള വാക്കല്ല, എന്തൊരു മോശമായിട്ടാണ് ആളുകളെ കാണുന്നത് എന്നുള്ളതാണ്. പിണറായി വിജയൻ അടക്കമുള്ള ആളുകളെ കാണുന്നത്. നിങ്ങൾക്കാർക്കും പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യനെ മനസ്സിലായിട്ടില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. മനസ്സിലാവാത്ത ഒരാൾ കൂടിയുണ്ട്. അത് മന്ത്രി എൻ ഷംസുദ്ദീൻ എന്ന് പറയുന്ന നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയാണ്, പൊതുവിദ്യാഭ്യാസ മന്ത്രിയാണ്. ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: TK ഗോവിന്ദൻ പിണറായിക്ക് കൈ കൊടുത്തത് ബഹുമാനം കൊണ്ടല്ല, ഇതാ ഞാൻ ജയിച്ചു വന്ന് എന്നാണ് ഉദ്ദേശിച്ചത് എന്നാണ് മന്ത്രി ഷംസുദ്ദീൻ പറയുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്നല്ലേ. ആരാണ് അദ്ദേഹം? നമ്മുടെ ആ ഒരു ഗോവിന്ദ മാഷ്ക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടി നമ്മൾ കേൾക്കാലോ. ഇതാ. മാത്രമല്ല പിണറായി വിജയനും ഞാനും തമ്മിൽ ഒട്ടേറെ വർഷത്തെ ബന്ധമുണ്ട്. ഇപ്പോഴല്ലേ ഞാൻ LDF UDFന്റെ ഭാഗമായിട്ടുള്ളത്. പിണറായിയുടെ കാണുക, അദ്ദേഹത്തിന്റെ ഒരു ആശീർവാദം മേടിക്കുക എന്നുള്ളത് ഒരു ന്യായമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പലരും ഉറ്റുനോക്കിയിരുന്ന ഒരു കണ്ടില്ലേ, വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നു, ഒരു ജയിച്ചതിന് അഹങ്കാരം കൊണ്ടും മറ്റുമല്ല ഞാൻ പിണറായി വിജയന്റെ മുമ്പിലേക്ക് എത്തിയത്. അദ്ദേഹത്തെ കാണുക, അദ്ദേഹവുമായിട്ട് എത്രയോ കാലമായിട്ടുള്ള ബന്ധമുണ്ട്, അദ്ദേഹത്തിന്റെ ആശീർവാദം മേടിക്കുക എന്നത് മാത്രമായിരുന്നു എന്റെ ഉദ്ദേശം. അതിന് ഭാഗമായിട്ട് പോയത്. അല്ലാതെ ഷംസുദ്ദീൻ എന്ന് പറയുന്ന നമ്മുടെ മന്ത്രി പറയുന്ന പോലെ അഹങ്കാരം കൊണ്ട് പോയതല്ല ഞാനെന്നർത്ഥം. കാരണം അങ്ങനെ അഹങ്കാരം കാണിക്കേണ്ട ഒരു വ്യക്തിത്വമല്ല പിണറായി വിജയൻ എന്നറിയാം. ആർക്ക്? ഈ മനുഷ്യനൊക്കെ. ഏറെക്കാലം അദ്ദേഹത്തിനൊപ്പം നിന്ന ഒരു മനുഷ്യനല്ലേ. ഒരുപക്ഷെ CPM-കാർ മുഴുവൻ അങ്ങനെയാണ്. അവർക്ക് അധികാരം കിട്ടിയാൽ മാത്രമാണ് കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുക എന്ന് ആരും ചിന്തിച്ചു പോകരുത് കേട്ടോ. അത് അങ്ങനത്തെ ഒരു അബദ്ധധാരണ ആർക്കും വേണ്ട. അത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന് മാത്രമല്ല, LDF എന്ന് പറയുന്ന ആ ഒരു പാർട്ടിക്ക് മാത്രമല്ല, ഏതൊരു പാർട്ടിക്കും അധികാരം കിട്ടിയാൽ മാത്രമാണ് കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ള ചിന്താഗതി അതൊരു സ്വർഗ ചിന്താഗതിയാണ്. ഒരു സംശയമില്ല. ആ ചിന്താഗതികളൊക്കെ മാറ്റിവെക്കേണ്ട സമയം കഴിഞ്ഞുവല്ലോ. പക്ഷെ മാപ്രകൾക്ക് വേണ്ടത് അതല്ല. എങ്ങനെയെങ്കിലും പിണറായി വിജയനെ കുത്തുന്ന രീതിയിൽ ഈ മാഷിൽ നിന്ന് എന്തെങ്കിലും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. ചോദ്യം കേൾക്കുക. ചെയ്യാൻ പോകുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ അടുത്തേക്ക് താങ്കൾ പോകുമോ, ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമോ എന്നൊക്കെ പലരും ഉറ്റുനോക്കിയിരുന്നു. അത് കണ്ടു. എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ അടുത്ത് പോയി കൈ കൊടുത്തിട്ട് സത്യപ്രതിജ്ഞ ചെയ്യാൻ? പിണറായി വിജയൻ ഇവിടുത്തെ CPM-ന്റെ ഏറ്റവും ടോപ്പ് ലീഡറാണ്. മാത്രമല്ല പിണറായി വിജയനും ഞാനും തമ്മിൽ ഒട്ടേറെ വർഷത്തെ ബന്ധമുണ്ട്. ഇപ്പോഴല്ലേ ഞാൻ LDF UDFന്റെ ഭാഗമായിട്ടുള്ളത്. ഇതിനു മുമ്പ് പിണറായിയായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയ ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഒരു MLA ആയി പ്രതിനിധിത്വം ചെയ്യുമ്പോൾ പിണറായിയുടെ കാണുക, അദ്ദേഹത്തിന്റെ ഒരു ആശീർവാദം മേടിക്കുക എന്നുള്ളത് ഒരു ന്യായമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പിണറായിയുടെ അടുത്ത് പോയത്. കണ്ടില്ലേ, അതിന്റെ ഭാഗമായിട്ടാണ് പോയത്. അത് വളരെ വ്യക്തമാണ്. അതിനെ വേണമെങ്കിൽ രാഷ്ട്രീയ മര്യാദ എന്ന് പറയാം. എത്ര സൗന്ദര്യമുള്ള രാഷ്ട്രീയ മര്യാദയാണ് അവിടെ നടക്കുന്ന ആലോചിച്ചൊക്കെ. ഈ ഒരു നിയമസഭ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേദിയാകുന്നു എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇതൊന്നുമല്ല. ഗോവിന്ദ മാഷ് അടുത്തേക്ക് നടന്നു പോയിട്ട് കൈകൾ കൊടുക്കുന്ന ഒരു ദൃശ്യം നമ്മളെല്ലാവരും കണ്ടിരുന്നു. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒട്ടുമിക്ക ചാനലുകളും ഗംഭീരമായിട്ട് വാചാലമാക്കുന്നുണ്ട്. പറയുന്നത് മാതൃകയാക്കേണ്ട രാഷ്ട്രീയ മര്യാദ എന്നാണ് ന്യൂസ് മലയാളത്തിലെ ഹർഷനും പൽപ്പൂക്കാരനൊക്കെ പറയുന്നത്. കേട്ടോ. സുധാകരനും പിണറായി വിജയനും തമ്മിലുള്ള സൗഹൃദ നിമിഷങ്ങളാണ് ഇന്ന് പ്രധാനമായും കേരളത്തിലെ സ്നേഹക്കാഴ്ചയായി മാറിയത്. ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത ദൃശ്യങ്ങൾ നിയമസഭയുടെ ചരിത്രത്തിലെ കൗതുകകരമായ ഏടുകളിലൊന്നായി തുടരും. CPIM വിമതരായി വിജയിച്ച TK ഗോവിന്ദൻ, B കുഞ്ഞികൃഷ്ണൻ എന്നിവർ രാഷ്ട്രീയ എതിർപ്പുകൾ മറന്നു നടത്തിയ പ്രവൃത്തിയും അതിനോടുള്ള പിണറായി വിജയന്റെ പ്രതികരണവുമെല്ലാം പുതുതലമുറ നേതാക്കൾക്കെല്ലാം വലിയൊരു മാതൃകയാണ് സൃഷ്ടിച്ചത്. ജനാധിപത്യ മര്യാദ, പാർലമെന്ററി മര്യാദ, പ്രതിപക്ഷ ബഹുമാനം എന്നിവയെല്ലാം നേതാക്കൾ എങ്ങനെ പുലർത്തണമെന്നും ഇന്നത്തെ സംഭവ വികാസങ്ങൾ എല്ലാവരെയും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ മര്യാദയൊന്നും കഴിഞ്ഞ തവണ അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന UDF-കാർ ചെയ്തിരുന്നില്ല.
അവർ പലപ്പോഴും വായിക്ക് തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ പലതും വിളിച്ചു പറയുന്നതും കയ്യിലുള്ള പേപ്പർ കെട്ടുകൾ വലിച്ചെറിഞ്ഞുകൊണ്ട് സ്പീക്കറോടടക്കം മോശമായ രീതിയിൽ സംസാരിക്കുന്നതും പിന്നീട് മാപ്പ് പറഞ്ഞുകൊണ്ട് അത്തരം വാക്കുകളൊക്കെ പിൻവലിക്കുന്നൊക്കെ നമ്മൾ നിയമസഭയിൽ കണ്ടതാണ്. പക്ഷേ ഇത് എന്ന് പറയുന്നത് ഏറ്റവും സുന്ദരമായ കാഴ്ചകളാണ്. എന്താണ്? തോറ്റുപോയി, തീർച്ചയായിട്ടും തോറ്റുപോയി. ജനങ്ങൾ നിങ്ങൾ ഭരിക്കണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ആ ഒരു പറഞ്ഞ ഘട്ടത്തിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിനോടുള്ള ഒരു ക്ഷോഭമോ ഒന്നല്ല, അക്ഷോഭ്യമായിട്ട് ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഒരുപക്ഷെ പാർട്ടിയെ വഞ്ചിച്ച വർഗവഞ്ചകൻ എന്ന് വിളിച്ച ആള് തന്നെയാണ് തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നത് എന്നറിഞ്ഞിട്ട് പോലും ഒരു മടിയും കൂടാതെ അവിടേക്ക് കയറി പോകാനും അദ്ദേഹത്തിന്റെ കൈകളിൽ ഒന്ന് തൊടുവാനും എന്തോ അങ്ങോട്ട് കുശലം പറയുവാനും, ആ കുശലം പറയുമ്പോൾ നമ്മുടെ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ തോളത്തും തട്ടുന്നുണ്ട്, അതിനുശേഷം ഇദ്ദേഹത്തിന്റെ ദേഹത്തും തട്ടുന്നുണ്ട്. ഇവരെന്താണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് എന്നുള്ളത് ഇവരെന്തെങ്കിലും ഒരു ആത്മകഥ എഴുതുമ്പോൾ അത് പുറത്തു വരുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാവുന്ന ഒന്നാണ്. അതല്ലാതെ അവരോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഉത്തരം പറയുമോ എന്നുള്ള കാര്യം എനിക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും അത്തരം ദൃശ്യങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഒന്നുകൂടി നമുക്കൊന്ന് കേൾക്കാവുന്നതാണ് ഇത്. പിണറായി വിജയനെ ചെന്ന് കണ്ടിട്ട് ജി സുധാകരൻ കാണുന്ന കാഴ്ചയാണ് അദ്ദേഹം രണ്ടുപേരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ് എനിക്ക് ഏറ്റവും രസകരമായിട്ടുള്ള വിഷയമായിട്ട് തോന്നിയത്. എല്ലാവരും ഇദ്ദേഹം പറയുന്നത് തന്നെയാണ്, ആ ഒരു വിഷ്വൽ വളരെ സുന്ദരമായ വിഷ്വലാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും ഇനി അടുത്ത ആ ഒരു കാഴ്ചയിലേക്കാണ് പോണേ. ഏറ്റവും കൗതുകമുള്ള ഒരു കാത്തിരിപ്പ് പിണറായി വിജയൻ അദ്ദേഹം എതിരാളികൾക്ക് മുന്നിൽ ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടുമെന്നുള്ളതായിരുന്നു. ഇപ്പം ജി സുധാകരനാണ് പ്രോട്ടീം സ്പീക്കർ. അദ്ദേഹം പ്രോട്ടീം സ്പീക്കറായിട്ടിരിക്കുന്ന സഭയിൽ പിണറായി വിജയൻ വരുമോ? വിമതരായി ജയിച്ച നേതാക്കൾക്ക് മുന്നിൽ എങ്ങനെയാവും അദ്ദേഹം അതിനെ ഫേസ് ചെയ്യുക? അങ്ങനെ നിരവധി ചോദ്യങ്ങളായിരുന്നു, നിരവധി ചിന്തകളായിരുന്നു. അപ്പം അത്തരം കുബുദ്ധികൾക്ക്, അത്തരം ചർച്ചക്കാർക്ക് തൽക്കാലം നിരാശയാണ്. കാരണം പിണറായിയുടെ പേര് വിളിച്ചപ്പോ ഡെസ്കിൽ അടിച്ചാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഡെസ്കിൽ അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് കൊടുക്കുന്ന ഒരു അപ്ലൗസ് ആണ്. കൈകൾ കൂട്ടിയടിക്കുന്നതിനേക്കാൾ പകരം അവര് ഡെസ്കിൽ അടിച്ചാണ് അപ്ലോസ് നൽകുക, അഭിനന്ദനം നൽകുക. അങ്ങനെ അഭിനന്ദനം നൽകിക്കൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു മുതിർന്ന സഖാവിനെ അവർ സ്വീകരിച്ചത്. അദ്ദേഹം തിരിച്ചങ്ങോട്ട് കാണിച്ച ജസ്റ്ററും അതിസുന്ദരമായ കാഴ്ചകളായിരുന്നു. തുടക്കം തന്നെ അതിഗംഭീരമായിട്ടുള്ള ഒരു നിയമസഭ, വളരെ മാന്യമായിട്ടും പരസ്പര ബഹുമാനത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു നിയമസഭ എന്ന് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. പക്ഷെ അപ്പോഴും മാപ്രകൾക്ക് എന്തെങ്കിലും കുത്തിത്തിരിപ്പുകൾ ഇതിന്റെ ഇടയിൽ നിന്ന് കിട്ടണമെന്നുള്ളതാണ് ഇവർക്ക് ആകെ വേണ്ടത്. അതിനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തുന്നുണ്ട്. പക്ഷേ എവിടെയും അവർക്കൊരു ക്ലച്ച് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇനി വരും ദിവസങ്ങളിലേക്ക് ഏതൊക്കെ രീതിയിലായിരിക്കും പിണറായി വിജയൻ പെരുമാറുക, ഏതൊക്കെ രീതിയിലായിരിക്കും അതിന് ഉത്തരവുമായിട്ട് ബഹുമാനപ്പെട്ട വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ നിയമസഭയിലേക്ക് വരിക. ഇത്ര കാലം വരെയുള്ള ഒരു നിയമസഭ പോലെ ആവില്ല. ഇത്ര കാലം വരെയുള്ള നിയമസഭ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര കാലം വരെയുള്ള നിയമസഭയിലേക്ക് മുഖ്യമന്ത്രിക്കെതിരെയോ പിണറായി വിജയനെതിരെയോ മറ്റോ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യം പോലും ഉയർത്താൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. ഒരു ആരോപണമെങ്കിലും ഉയർത്താൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരുപക്ഷെ തിരിച്ച് ഇനി അങ്ങോട്ട് ചോദ്യങ്ങളെ ശരങ്ങൾ വരാൻ മാത്രമുള്ള സംഗതികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വയനാട് വീട് കൊടുക്കലുമായി ബന്ധപ്പെട്ടിട്ട്, UDFന്റെ അത്തരം പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, ഇപ്പോൾ അധികാരത്തിൽ കയറിയതിനു ശേഷം മാത്രം വന്നിട്ടുള്ള കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ടിട്ട്, ഇവിടത്തെയുള്ള അവശ്യ സാധനങ്ങളിൽ ഒന്നായിട്ടുള്ള പാലിന്റെ വില വർധനവുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപക്ഷെ അടുത്ത ദിവസങ്ങളിൽ ചൂടേറിയ ചോദ്യങ്ങളും വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ വെറും കൈയോടെ വരുന്ന ഒരു മനുഷ്യനല്ല. കൃത്യമായിട്ട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, കൃത്യമായിട്ട് ഡാറ്റകൾ ഉണ്ടായിരിക്കും. ആ ഡാറ്റയെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരു വലിയ ഭയത്തിലായിരിക്കും തീർച്ചയായിട്ടും ഇപ്പോഴുള്ള ആ ഒരു മുഖ്യമന്ത്രി കിടന്നുറങ്ങുന്നുണ്ടായിരിക്കുക എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്. നിങ്ങളുടെ സപ്പോർട്ടുകൾ ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സബ്ബടിച്ച് ലൈക്ക് അടിച്ച് ഫോളോ ചെയ്തിട്ടൊക്കെ കൂടെ കൂടണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ സുഹൃത്തുക്കളെ. അടുത്ത ദിവസം കാണാം. അടുത്ത ദിവസമല്ല, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.